കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബിയാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എന്റെ അതിഥി. സർ, എ വെരി വാം വെൽക്കം ടു മൈ ഷോ. സന്തോഷം. ശ്രീ MA ബേബി, ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രൈം ഫോക്കസ്? ഇപ്പോൾ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവർ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ മുൻനിർത്തിയാണ്. വികസനമാണ് UDFന്റെ പ്രധാന അജണ്ട. എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ ഫോക്കസ്? ജനപക്ഷ വികസനം, അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണത്തിലെ വിശദീകരണത്തിന്റെ കേന്ദ്രബിന്ദു. ജനകീയ ആസൂത്രണം മുതൽ ജനപങ്കാളിത്തത്തോടുകൂടി പ്രാദേശികമായി തീരുമാനിക്കാവുന്ന വികസന സംരംഭങ്ങൾ പഞ്ചായത്തുകളും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും തീരുമാനിക്കണം. സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കണം. ഈ കാഴ്ചപ്പാടോടുകൂടി 1996 നയനാർ ഗവൺമെന്റ് തുടങ്ങിവെച്ച ജനകീയ ആസൂത്രണം അത് കേരളത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി വികസന രംഗത്ത്. കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇതിനെ ആകെ അട്ടിമറിച്ചു. ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളെ സഹായിച്ചില്ല. ഇതിനെല്ലാം പുറമെ വികസന സംരംഭങ്ങളെ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള അഴിമതിയുടെ അവസരങ്ങളായിട്ട് UDF മാറ്റി. ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ ശ്രദ്ധേയമാക്കുന്നത് BJP കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കുറെ കൂടി കരുത്തുറ്റ ശക്തിയായി ഇത്തവണ രണ്ട് മുന്നണികളുടെയും വിജയ സാധ്യതകളെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. BJP എന്ന പാർട്ടി ഇത്തവണ BDJSുമായി ചേർന്ന് NDA സഖ്യം വിവിധയിടങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ വോട്ടിന്റെ അടിത്തറയല്ലേ ബാധിക്കാൻ പോകുന്നത്? BJPയുടെ ഇത്തവണത്തെ സാന്നിധ്യത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം കാണുന്നത്, വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ BJPയുടെ ഇത്തവണത്തെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന താങ്കളുടെ നിരീക്ഷണത്തോടെ ഞാൻ യോജിക്കുകയാണ്. പക്ഷെ അത് 1991 കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടെ ചേർന്ന് കളിച്ച ഒരു ഒത്തുകളിയുണ്ട്, മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത്. കോലീബി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയാണ്, ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയാണ്. മറ്റു ചില മണ്ഡലങ്ങളിൽ ഇതുപോലെ BJPക്ക് അനുകൂലമായി കോൺഗ്രസ് വോട്ട് ചെയ്യും. കരുണാകരനാണ് അതിന് നേതൃത്വം വഹിച്ചത്. അതിന്റെ ചർച്ചകളിലെല്ലാം പങ്കെടുത്ത പ്രമുഖനായ BJP നേതാവിന്റെ പുസ്തകം ഈ കാര്യങ്ങളെല്ലാം അച്ചടിച്ച് പുറത്തു വന്നിട്ടുണ്ട്. 1991 സംഭവിച്ചതെന്താണ്. അതിന് സമാനമായ ചില ചർച്ചകളും നീക്കുപോക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇവരുടെ പൊതു ലക്ഷ്യം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ നയം നിങ്ങൾ കോപ്പിയടിക്കുന്നു എന്നാണ് ഇവർ തമ്മിലുള്ള പരസ്പര വിമർശനം. അപ്പം ഇവര് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു പരസ്പര ധാരണയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ സാമ്പത്തിക നയവുമായി മുന്നോട്ട് പോകാൻ BJPക്കും കോൺഗ്രസിനും തടസ്സം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ ശല്യം നമ്മളങ്ങ് ഒഴിവാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം, നമ്മൾ ഇതാരാന്ന് വെച്ചാൽ നോക്കാം. തൽക്കാലം BJPക്ക് നിയമസഭയിൽ ഒരു പ്രവേശനം കിട്ടണം. അതൊന്നോ രണ്ടോ സീറ്റിന്റെ കാര്യമാണ്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളൊന്ന് കണ്ണടച്ചു തരാം. ഇടയ്ക്കൊന്നിടപെടട്ടെ. കോൺഗ്രസും BJPയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന സൂചനയാണല്ലോ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞത് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിയെ ഘടകകക്ഷിയായി കൊണ്ടു നടക്കുകയും അവരുടെ വോട്ടുകളെ ഭരണത്തിലെത്താൻ വേണ്ടി നിർണായകമായി നിൽക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന് ആ തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് രഹസ്യമാണെങ്കിൽ പോലും എടുക്കാൻ കഴിയുക? 1991 ഇത് എടുത്തതല്ലേ. 1991 ലീഗിനും BJPക്കും കോൺഗ്രസിനും പൊതുസ്ഥാനാർത്ഥിയല്ലേ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്, ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ സാഹചര്യം അല്ലല്ലോ ശ്രീ MA അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് മാധവൻകുട്ടി എന്നാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയൊക്കെ നേതാവായിട്ടുള്ള ഡോക്ടർ ഇവരുടെ പൊതുസ്ഥാനാർത്ഥി ബേപ്പൂരിൽ. ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയെ പോലെയാണ് മാധവൻകുട്ടി. രണ്ടുപേരുടെയും പേരിന്റെ അവസാനം കുട്ടി എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത്. രാഷ്ട്രീയ സാഹചര്യം മാറി താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ BJPയുമായി നടത്തുന്ന ഒരു ഒത്തുകളിയിലൂടെ തങ്ങൾക്ക് തുടർഭരണം കിട്ടിയാൽ അത് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും കോൺഗ്രസിന് ഒരു ഓക്സിജനാണ്. പക്ഷേ BJPക്ക് ഉണ്ട് എന്ന് പറയുന്ന ഈ ഒരു വർഗീയ നിലപാടിനെതിരെ രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം, അവസ്ഥ ഇരുമുന്നണികൾക്കും ഉണ്ടല്ലോ. കോൺഗ്രസിനുമുണ്ട്, CPMനുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
BJPക്കെതിരായി BJPയുടെ വർഗീയത എന്ന ആപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരെ വർഗീയ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും എതിരായി അണിനിരത്തുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ പ്രവർത്തനശൈലിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ പ്രായോഗികമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് RSSകാർ ഉൾപ്പെട്ട കേസുകളിലെല്ലാം RSSനും സംഘപരിവാറിനും അനുകൂലമായ നിലപാടല്ലേ എടുക്കുന്നത്? തിരുവനന്തപുരത്ത് MG കോളേജിൽ പോലീസ് ഓഫീസറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപാതക ശ്രമത്തിനുള്ള കേസ് ABVPയുടെയും RSSന്റെയും വേണ്ടെന്ന് വെച്ചു. തൊഗാഡിക്ക് മേലുള്ള കേസ് വേണ്ടെന്ന് വെച്ചു. എത്ര ഉദാഹരണങ്ങളാണ് ഇവർ RSSകാരും സംഘപരിവാറുകാരും അവരുടെ മുഖ്യ ശത്രുക്കളായി CPIMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും കണ്ടുകൊണ്ട് നീങ്ങുമ്പോൾ അതിന് കോൺഗ്രസും UDFും ഒത്താശ ചെയ്തു കൊടുക്കുന്ന എത്ര അനുഭവങ്ങളാണ്. ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ BJPയിൽ നിന്നുണ്ടാകുന്ന മറുശബ്ദം നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ എന്നാണ്. ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? CPM ഇടതുപക്ഷത്തിന്റെ അരിവാൾ കോൺഗ്രസ് കെ ഹാത്മയും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതിന്റെ ഒരു തുടർച്ച ഇവിടെയും ഉണ്ടാവില്ലേ എന്ന് അവർ ചോദിക്കും. ബംഗാളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി എന്തെങ്കിലും കൂട്ടുകെട്ടോ നീക്കുപോക്കോ ഉണ്ടാക്കുന്ന ഒരു സമീപനം CPIMനില്ല. അതേസമയം അവിടെ മമതാ ബാനർജിയുടെ ഗവൺമെന്റ് BJPയുടെ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് BJPയുമായി സഹകരിച്ചുകൊണ്ട് ഫലത്തിൽ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തന സാഹചര്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥിരകണക്കുകൾ മുഴുവനുണ്ട്. 170ഓളം CPIMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ അവിടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് CPIMന്റെ പ്രവർത്തകരായും സ്ഥാനാർത്ഥികളായും ഒക്കെ രംഗത്ത് വരുന്നവർക്ക് വിധവകളായിരിക്കേണ്ടി വരും പുരുഷന്മാർ വന്നാൽ. അവിടുത്തെ സ്ത്രീകൾക്ക് CPIMന്റെ പ്രവർത്തകർ പുരുഷന്മാരുള്ള വീടുകളിൽ സ്ത്രീകൾക്ക് വിധവകൾ ധരിക്കേണ്ട വസ്ത്രം, ഒരു പ്രത്യേകതരം വസ്ത്രമുണ്ട് ബംഗാളിൽ, അത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കൊലപാതകങ്ങൾ മാത്രമല്ല, പാർട്ടി ഓഫീസുകൾ കൈയടക്കുന്നു. 40,000-ഓളം കുടുംബങ്ങൾക്ക് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ വിട്ടോടി പോകേണ്ടി വന്നിട്ടുണ്ട്. അർദ്ധഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളുടെ ആക്രമണത്തിനെതിരായി. ഈ ആക്രമണം CPIMനും ഇടതുപക്ഷ ശക്തികൾക്കുമെതിരായിട്ടാണ് മുഖ്യമായി ബംഗാൾ നടക്കുന്നതെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ സഖ്യശക്തിയായിരുന്ന കോൺഗ്രസിനെതിരായിട്ടും മമത ആക്രമണം നടത്തി തുടങ്ങി. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മമതയുമായി സഖ്യത്തിലായിരുന്ന കോൺഗ്രസ് മമതയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് മമതയ്ക്കെതിരായിട്ട് മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് സമാന്തരമായി CPIMും മമതയ്ക്കെതിരായിട്ട് മത്സരിക്കുന്നു, കോൺഗ്രസും എതിരായിട്ട് മത്സരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങൾ ബംഗാളിലുണ്ട്. ബംഗാളിലെ പാർട്ടിയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലുമുള്ള അടിസ്ഥാന വിഷയം ബംഗാൾ സംസ്ഥാനത്തെ ജനാധിപത്യത്തിന്റെ ധ്വംസനം, അത് ചെറുക്കുക, ജനാധിപത്യം വീണ്ടെടുക്കുക. ഈ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലയിടത്തും ചെയ്യുന്നത് പോലെ മമതയുമായി എതിർക്കുന്ന ഭാവത്തിൽ സഹകരിക്കുന്ന ഒരു സമീപനമാണ്.